തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും നവീകരണ പദ്ധതിയിലെ അനിശ്ചിതത്വവും നിയമസഭയിൽ ചർച്ചയായി. പദ്ധതിയുടെ പുരോഗതിയില്ലായ്മയെക്കുറിച്ച് MLA രാജൻ ജയപല്ലൻ ശക്തമായ വിമർശനം ഉന്നയിച്ചു. സ്ഥലം സന്ദർശിക്കുമെന്നും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയിലൂടെ പരിഹാരം കണ്ടെത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പഴയ KSRTC കെട്ടിടം 2025 സെപ്റ്റംബർ 19 പൊളിച്ചു നീക്കുകയും പുതിയ കെട്ടിടത്തിന് 2026 മാർച്ച് 6 തറക്കല്ലിടുകയും ചെയ്തിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിക്കാത്തതിലാണ് MLA ആശങ്ക പ്രകടിപ്പിച്ചത്. സാങ്കേതിക അനുമതി, ടെക്നിക്കൽ സാങ്ഷൻ എന്നിവ ലഭിക്കാത്തതും ടെൻഡർ നടപടികൾ ആരംഭിക്കാത്തതുമാണ് പദ്ധതിയുടെ പ്രധാന തടസ്സങ്ങളെന്ന് അദ്ദേഹം ആരോപിച്ചു. 6/3/2026 അവിടെ KSRTC കെട്ടിടം പണിയുന്നതിന് വേണ്ടി തറക്കല്ലിട്ടു. സർ, നിയമപ്രകാരമുള്ള AS സാങ്കേതിക തടസ്സമായി നിൽക്കുകയാണ്. TS ലഭിച്ചിട്ടില്ല, ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെയാണ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് 9 മാസങ്ങൾക്ക് മുമ്പ് ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞത്. സർ, അവിടുത്തെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് അവിടെ ക്യാൻറ്റീൻ നടത്തിയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പണം മുടക്കി ഒരു ഷീറ്റ് ഇട്ട സ്ഥലത്താണ് സാർ അവിടെ യാത്രക്കാർ നിൽക്കുന്നത്. ഇതുവരെ ടെൻഡർ വിളിച്ചിട്ടില്ല, ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി 3 ഏക്കർ 22 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്. അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ യാത്രക്കാർക്ക് 9 മാസമായി വെയിലത്തും മഴയത്താണ് യാത്രക്കാർ നിൽക്കുന്നത്. വളരെ ശോചനീയാവസ്ഥയാണ് തൃശ്ശൂർ KSRTCയുടെ അവസ്ഥ. നിലവിൽ യാത്രക്കാർ സ്വകാര്യ വ്യക്തി ഒരുക്കിയ താൽക്കാലിക ഷീറ്റ് ഷെഡിലാണ് കാത്തുനിൽക്കേണ്ട അവസ്ഥയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിശാലമായ 3 ഏക്കർ 22 സെന്റ് സ്ഥല സൗകര്യമുണ്ടായിട്ടും സമഗ്ര വികസന പദ്ധതി നടപ്പാക്കാനാകാത്തതിൽ MLA വിമർശനമുന്നയിച്ചു. സാർ, അവിടെ 3 ഏക്കർ 22 സെന്റ് സ്ഥലത്ത് മധ്യത്തിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒരു പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പ് വെച്ചതുകൊണ്ട് തന്നെ, പെട്രോൾ പമ്പ് വെച്ചതുകൊണ്ട് തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നല്ലൊരു പ്ലാൻ വരയ്ക്കാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വരച്ചിട്ടുള്ള പ്ലാൻ പുനർപരിശോധിക്കുകയും KSRTCക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ അവിടെ ഷോപ്പ് റൂമുകളൊക്കെ പടന്ന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും 2 ഷോപ്പ് റൂമുകൾക്ക് മാത്രമാണ് ഈ പ്ലാനിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പ്ലാനും കൂടി ഒന്ന് പുനർപരിശോധിച്ച് മന്ത്രി സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സബ്മിഷൻ. പെട്രോൾ പമ്പ് ഉൾപ്പെടെയുള്ള നിലവിലുള്ള ഘടകങ്ങൾ സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ തടസ്സമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഷോപ്പ് റൂമുകൾ ഉൾപ്പെടുത്തി പദ്ധതി പുനഃപരിശോധിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഇതിനിടെ ഗതാഗത മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ തൃശൂർ ബസ് സ്റ്റാൻഡ് നവീകരണം സാങ്കേതിക തടസ്സങ്ങളാൽ വൈകുന്ന ഗൗരവമായ പ്രശ്നമാണെന്ന് വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയും ബസ് സ്റ്റാൻഡുമാണല്ലോ തൃശൂർ ബസ് സ്റ്റാൻഡ്. പക്ഷേ അവിടെ ഒരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പുറത്താണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നവകേരള സദസ്സിൻ്റെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ച 868 കോടി രൂപയുടെ പദ്ധതികളിൽ ഡിപ്പോ നവീകരണം എന്ന പ്രവൃത്തിയും ഉൾപ്പെട്ടിരുന്നു. ഈ പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് മുഖേന നിർവഹിക്കുന്നതിന് 7 കോടി രൂപയുടെ ഭരണാനുമതി 29/1/26 ജിയോ അനുസരിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത പ്രവൃത്തിക്കായി ഭരണാനുമതി നൽകിയ ശീർഷകം അത് ഒരു കൺഫ്യൂഷനായിപ്പോയി. അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ശീർഷകം. പ്രൈസ് സോഫ്റ്റ്വെയർ മുഖേന മാപ്പ് ചെയ്യുവാൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സങ്കീർണമായിട്ടുള്ളത്. എന്തായാലും അത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അവിടെ സ്ഥലം സന്ദർശിക്കുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി MLA-മാരുടെ അധ്യക്ഷതയിൽ വരും. ആ കാര്യത്തിൽ മിനിസ്റ്റർ എന്ന രീതിയിൽ ഞാനിവിടെ പോകുന്നതാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് നവകേരള സദസ്സിന്റെ ഭാഗമായി അംഗീകരിച്ച 868 കോടി രൂപയുടെ പദ്ധതിയിൽ ഡിപ്പോ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ 7 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ശീർഷകത്തിലെ സാങ്കേതിക കൺഫ്യൂഷൻ കാരണം പദ്ധതി പ്രൈസ് സോഫ്റ്റ്വെയറിൽ മാപ്പ് ചെയ്യാൻ കഴിയാത്തതാണ് പ്രധാന തടസ്സമെന്ന് മന്ത്രി വിശദീകരിച്ചു. പ്രശ്നം ഗൗരവമായി പരിഗണിച്ച് സ്ഥലം സന്ദർശിക്കുമെന്നും MLA-മാരുടെ നേതൃത്വത്തിലുള്ള ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയിലൂടെ പരിഹാരം കണ്ടെത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.